നടന്നത്? അകത്തെ ഞങ്ങൾ കാരണവന്മാര് തമ്മിൽ പലതും തീരുമാനിച്ചു. രശ്മിക്ക് നാഷണൽ അവാർഡ് ഉറപ്പാണ്. ഇത്രയും ചിരിപ്പിച്ച നാഷണൽ അവാർഡ് ഉറപ്പാണ്. തിയേറ്റർ ആൾക്കാർ കത്തിക്കും ഇങ്ങനെയാണെങ്കിൽ. നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. ഫസ്റ്റ് ഹാഫ് അവരെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിഞ്ഞോളാം. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. സീരിയലാണ് പുഷ്പേൻ തുടങ്ങി ചന്ദർമഴയിൽ അവസാനിച്ച പോലെ ഇത്. അല്ലു അർജുന്റെ അമ്മൂമ്മ പറയണില്ല, ബാക്കി പറയണ്ട, ഞാൻ ഊഹിച്ചെടുത്ത് പൂജിപ്പിച്ചോളാം. കുഴപ്പമില്ല, ആവറേജ് മൂവി എന്നേ പറയാൻ പറ്റുള്ളൂ. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? അല്ലു അർജുൻ 50 വരെ വന്നപ്പോഴത്തേക്ക് കറങ്ങി കരിക്കണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? വാരിസിന്റെ ഒക്കെ ക്ലൈമാക്സ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പടം KGF-ലോട്ട് പോകാനും ശ്രമിച്ചു, എന്നാൽ KGF-ലോട്ട് എത്തിയതുമില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എല്ലാം കൊളാക്കിയില്ലേ? പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം. അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. അത്രയ്ക്ക് ബോറായിരുന്നു. അത്രയ്ക്ക് ബോറല്ല, പരമ ബോറായിരുന്നു. പണം ഉണ്ടായിട്ട് സ്വന്തം ഭാര്യക്ക് സാരി കുത്ത ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പ എന്തുവായിരുന്നു ഇതെങ്ങനാണ്? ഇതിപ്പം ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായം. കത്തിന്ന് പറഞ്ഞു. ഇല്ലല്ല, കത്തിയൊന്നും ഞങ്ങളെ കത്തിച്ചോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടാ. ഞങ്ങൾ കുറെ ആ സമയത്ത് എണീറ്റ് പോണോന്നൊരു ചിന്തിച്ചിട്ടുണ്ട്. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കുവായിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ട വരാതെ ഒന്നും പറയല്ല. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലൻ കുട്ടിയാര് അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കും. ഫോളോ ചെയ്തേക്കണേടാ. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ.